ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഈ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മഞ്ഞ കളറിലുള്ള വത്തക്കയാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുരു ഒന്ന് റിമൂവ് ചെയ്യണുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. ഇനി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബത്തക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ജ്യൂസിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഇത് എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാനൊരു പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനെന്നാലും ഒന്ന് അരിച്ചെടുത്തതാണ്. കണ്ടില്ല, ഇതിൽ പ്രത്യേകിച്ച് കച്ചറ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കസ്കസ് ഇഷ്ടമില്ലാത്തവർ അതാണ് സ്കിപ്പ് ചെയ്താളിട്ടാ. എന്നാലും നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന്. ഈ മധുരത്തിന് കൂടെ നേരിയൊരു എരിവും കൂടെ വന്നിട്ടുള്ളൊരു ജ്യൂസാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കിക്കോളി. നോമ്പ് തുറക്കുമ്പോൾ എന്നല്ലാതെ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാനും കൂടെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.